സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ ഉള്ളത് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ പുറം ഭാഗത്താണ്. അവിടെ നിന്ന് നമുക്ക് നേരെ നോക്കിയാൽ നമ്മുടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന സ്ഥലമാണ് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷന്റെ ഒരു കവാടം. അതിന്റെ നേരെ അപ്പുറത്താണ് അവിടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡൊന്ന് കടന്നാൽ നേരെ അപ്പുറത്താണ് രാമനാഥപുരം ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് ഏർവാടിക്ക് ഇഷ്ടം പോലെ ബസ്സുകൾ സർവീസ് ഉണ്ട്. അവിടെ നിന്ന് ഒന്ന് ചോദിച്ചാൽ മാത്രം മതി, അവരെല്ലാവരും പറഞ്ഞ് ഏർവാടി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ബസ് കാണിച്ചരും. ഏകദേശം നമ്മൾ കയറിയിട്ട് നേരെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അഥവാ ഈ ബസ്സിന് നേരെ ബേക്കിൽ നേരെ പോകുന്ന ആ സൈഡിലാണ് ഏകദേശം സമയത്തും ബസ് നിർത്തിയിടാറുള്ളത്. കൃത്യമായിട്ട് കാണിച്ചുതരാം. ആ കാണുന്ന ഭാഗത്താണ് ഏകദേശം സമയവും ഏർവാടി ബസ് നിർത്തിയിടാറുള്ളത്. ഈ ബസ് ചിലപ്പോൾ മിക്കവാറും ഏർവാടിക്കുള്ള ബസ്സാണ്. ഈ ഭാഗത്താണ് ഏർവാടിക്കുള്ള ബസ് നിർത്തിയിടാറുള്ളത്. ഞങ്ങള് ഇന്നലെ രാത്രി ഇവിടെ ഏർവാടി എത്തി. രാത്രി മധുരയിൽ നിന്നുള്ള ട്രെയിനായിരുന്നു. പക്ഷെ ഇന്നലെ നോമ്പിന് ക്ഷീണം കാരണം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത്രയും ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ അത്താഴമായിട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ സിക്കന്ദർ മലയിലേക്ക് ഇന്നലെ നോമ്പനുഷ്ഠിച്ചിട്ട് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ അതിനുശേഷം സിക്കന്ദർ മല എനിക്ക് ഇനി കുറച്ച് വല്ലാത്ത ടയർഡായിപ്പോയി. അതിനുശേഷം ഇങ്ങോട്ടുള്ള ഏർവാടിക്ക് വരുന്ന യാത്രാ വിഷയങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ രാത്രി ഏർവാടി എത്തി. അവിടെ നല്ലോണം ഭക്ഷണം കഴിച്ചു, മഗ്‌രിബ് ഇശാ നിസ്കരിച്ചു, നല്ലോണം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇന്ന് രാവിലെ നിസ്കാരത്തിന് ശേഷം സിയാറത്തും കഴിഞ്ഞ്, അവിടെ ഒരു കൂട്ടമായിട്ടുള്ള സിയാറത്ത് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ് നേരെ ഇപ്പോൾ തിരിച്ച് രാമനാഥപുരം ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്നാണ് നമുക്ക് അടുത്ത ലക്ഷ്യസ്ഥാനമായിട്ടുള്ള മുത്തുപ്പേട്ടയിലേക്ക് പോകാനുള്ളത്. ഇവിടുന്ന് ബസ് ഉണ്ട് എന്ന് പറഞ്ഞു. 2 ബസ് മാറിക്കാരണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒന്ന് ചെങ്കൽപ്പേട്ട എന്ന സ്ഥലത്തേക്കാണ് തോന്നുന്നു. പറഞ്ഞ സ്ഥലം ഒന്ന് വ്യക്തമായിട്ട് ഓർമ്മയില്ല, മറന്നു പോയിട്ടുണ്ട്. ഒന്നുകൂടി ചോദിച്ചാൽ ആൾക്കാർ പറഞ്ഞു തരും. ചെങ്കൽപ്പേട്ട അല്ല, സോറി, പട്ടുകോട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടത്തേക്കാണ് മുത്തുപ്പേട്ടയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അവിടെയാണ് ഇറങ്ങേണ്ടത്. നേരെ നമുക്ക് യാത്രാ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഏപ്രിൽ 5 നാളെയാണ് പാമ്പം പാലത്തിന്റെ ഉദ്ഘാടനം. അതുകൊണ്ട് ഇപ്പോൾ മധുരയും രാമനാഥപുരം ഒക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ഒരുപാട് സമയമെടുത്ത് യാത്ര ചെയ്യുന്നവർക്കൊക്കെ. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ രാമേശ്വരത്തേക്ക് നമ്മൾ പ്ലാനറ്റായി എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഉദ്ഘാടനം 4-ാം തീയതിയായിരുന്നു പ്രഖ്യാപിച്ചതെങ്കിലും ഇന്ന് അത് 6-ലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസത്തിൽ നമുക്ക് മൊത്തം ഭാഗത്തൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സമയമെടുത്തിട്ടൊന്ന് യാത്ര ചെയ്യാം. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മുടെ യാത്രയുടെ വിശേഷം. ഇപ്പോൾ നമ്മുടെ വണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന അവിടെ നിന്ന്
ഏകദേശം 4 മണിക്കൂറോളം യാത്രയുണ്ട് രാമനാഥപുരം മുത്തുക്കോട്ടേക്ക്. അവിടുന്ന് 10 മിനിറ്റോ 15 മിനിറ്റോ മാത്രമേ യാത്രയുള്ളൂ മുത്തുക്കോട്ടയിലേക്ക്. അവിടുന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ നാഗൂർ ദർഗയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടുത്തെ പോകുന്ന വർഷങ്ങളിൽ കണ്ടൽക്കാടും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇവിടൊക്കെ അപൂർവങ്ങളാണ്, കുറച്ച് കാഴ്ചകൾ കാണാം. ആൾക്കാരൊക്കെ ബസ്സിൽ കുറവാണ്. ബസ്സിന്റെ ചാർജ് വന്നത് 4 മണിക്കൂറോളം യാത്രയുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 9:40 11:30 നമ്മുടെ ബസ് മുത്തുപ്പേട്ടയ്ക്ക് അടുത്തുള്ള ആമക്കോട്ട് എന്നുള്ള സ്ഥലത്തേക്ക് എത്തുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇവരെ നമുക്ക് യാത്രയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ലോണം യാത്ര ചെയ്യാം. ഇൻഷാ അല്ലാഹ് മുത്തുപ്പേട്ടയിൽ നാഗൂറേക്കുള്ള വീഡിയോ ഉണ്ടാകും. അതിനുശേഷം നാഗൂറിൽ നിന്നും തിരുച്ചിറപ്പള്ളിയിലേക്ക് വീഡിയോ ഉണ്ടാവും. അതിനുശേഷം തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കോഴിക്കോട് മടവൂരേക്കുള്ള ഒറ്റ വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മടവൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ. ഇങ്ങനെ ഇത്ര വീഡിയോ മാത്രമേ ഈ ഒരു സീരീസിൽ നമ്മൾ ആഗ്രഹിച്ചു. അതിനുശേഷം നല്ല രൂപത്തിൽ എങ്ങനെ ഒരാൾക്കും ഒരു ഗൈഡുമില്ലാതെ എങ്ങനെ ഏർവാടി മുത്തുപ്പേട്ട നാഗൂര് ദർഗയിലേക്ക് വന്നിട്ട് 2 ദിവസം കൊണ്ട് വന്ന് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കോഴിക്കോട് നിന്ന് വന്നിട്ട് തിരിച്ച് കോഴിക്കോട് എത്തുന്ന രൂപത്തിലാണ് നമ്മുടെ യാത്രാ പ്ലാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പൂർണ്ണമായിട്ടുള്ള എപ്പോൾ ഇറങ്ങണം, ഏത് വണ്ടിക്ക് കയറണം, അങ്ങനെ വന്നാൽ എന്തൊക്കെ നമ്മൾ കയ്യിൽ കരുതണം എന്നൊക്കെയുള്ള കുറിച്ചൊക്കെയുള്ള വീഡിയോ ആണ്. അതിന് പോകാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം ഏതാണെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഒക്കെ വരിക. അപ്പോൾ ആ വീഡിയോയിലേക്കൊക്കെ കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കിനോടൊപ്പം കമൻറ്റിൽ ഒരു ഹാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജിയോ വെച്ചാൽ നമുക്ക് മനസ്സിലാവും എനിക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം നല്ല നല്ല യാത്രകൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളേക്ക് ഇതിൻ്റെ പൈസ ഉണ്ടായിട്ടൊന്നല്ല യാത്ര ചെയ്യുന്നത്. പക്ഷെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രം നമ്മൾ യാത്ര ചെയ്യുകയാണ്. നല്ല ആമ്പൽ പാടം. കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് പിന്നെ മുത്തുപ്പേട്ടയിലേക്ക് പോകുന്ന ബസ്സിൽ ഇവിടെ ആരോടും ചോദിച്ചിട്ട് അവനാണ് പ്ലാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ പട്ടുക്കോട്ടയിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്.
ഇതാ ബസ് സ്റ്റാൻഡ് നേരെ റെയിൽവേ ട്രാക്കാണ്. ഇതാണ് നമ്മൾ വന്ന ബസ്. രാവിലെ 8:10 അവിടുന്ന് കയറിയതാണ്. ഇപ്പോൾ ഏകദേശം സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇവിടെ ബസ് ഉണ്ട് എന്ന് പറഞ്ഞു. മുത്തുപ്പേട്ടയ്ക്ക് പോകുന്ന ബസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ഏതാണെന്ന് നോക്കിയിട്ട്, കാരണം തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഏതാണെന്ന് നോക്കാൻ നമുക്കറിയില്ല. അപ്പോൾ ആരോടും ചോദിച്ചിട്ട് നമുക്ക് പോവാം. തമിഴ് വായിക്കാൻ അറിയെങ്കിൽ നമുക്ക് വായിച്ചിട്ട് പോകാമായിരുന്നു. നേരെ ഇവിടുന്ന് ആരും ചോദിക്കാം. മുത്തുപ്പേട്ട ഞാൻ ചോദിച്ചു മുത്തുപ്പേട്ടയ്ക്കുള്ള ബസ് ഏത് ബസ്സാണ്. അപ്പോൾ ഇത് പറഞ്ഞു ഈ ബസ്സല്ല, ഇതിൻ്റെ അപ്പുറത്തുള്ള ഈ തമിഴ്നാടിൻ്റെ കുഞ്ഞിരിക്കുന്ന ബസ്സാണെന്ന് പറഞ്ഞു. അയ്യാ മുത്തുപ്പേട്ടയ്ക്ക് ഏത് ബസ്സാ? ഇവിടെ നടക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തമിഴ്നാടാണ്. ഇവിടെ ഒരുപാട് കക്കൂസ് പറഞ്ഞാൽ റോഡ് തന്നെയാണ്. കാരണം ലൈവായിട്ട് നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന ബസ്സാണ് നമുക്ക് മുത്തുപ്പേട്ടയ്ക്ക് പോകാനുള്ളതെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമുക്ക് നേരത്തേക്ക് കയറാം. അപ്പോൾ ഈ ബസ്സാണ് നമുക്ക് മുത്തുപ്പേട്ടയ്ക്ക് പോകാനുള്ളത്. മറ്റേ KSRTC അല്ല, മറ്റേ പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ഇനി അങ്ങോട്ട് മുത്തുപ്പേട്ടയ്ക്ക് പോകുന്നുള്ള കാഴ്ച കാണാം. പോകുന്ന വഴിക്കാണ് അതിരാപട്ടണം എന്ന് അറിയാൻ കഴിഞ്ഞു. തിരിച്ചു വരുമ്പോൾ അതിരാപട്ടണം വഴിയാണ് നമുക്ക് വരേണ്ടതെങ്കിൽ അതിരാപട്ടണം ഒന്ന് സിയാറത്ത് ചെയ്ത് പിന്നെ വേഗം തന്നെ നാഗൂർ പിടിക്കേണ്ടതുണ്ട്. ചുരുങ്ങിയത് വൈകുന്നേരം 4 മണിക്കെങ്കിലും അവിടെ എത്തണം. എന്നാലേ അവിടെ സിയാറത്തൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 4:30 ട്രെയിനിന് തിരിച്ച് കൃഷ്ണപ്പള്ളിയിലേക്ക് പോകാൻ പറ്റും. അവിടെ പോയാൽ രാത്രി 8:30ക്കാണ് നമുക്ക് കൃഷ്ണപ്പള്ളിയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ട്രെയിൻ. ആ ട്രെയിനിന് കിട്ടണമെങ്കിൽ നമുക്ക് കൃഷ്ണപ്പള്ളിയിൽ ഏർക്കെത്തി അവിടെ നിന്ന് മഗ്‌രിബും ഇശാഉം നിസ്കരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ 12 മണിയായി. നാഗൂറിന് നമുക്ക് പിന്നെ ളുഹുർ നിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് കൃഷ്ണപ്പള്ളി പോയിട്ട് അവിടുന്ന് മഗ്‌രിബ് ഇശാ നിസ്കരിച്ച് അവിടെ സിയാറത്ത് ഒരു കേന്ദ്രം ഉണ്ടെന്ന് അറിഞ്ഞു. അവിടെ ഒന്ന് സിയാറത്ത് ചെയ്യണം. അങ്ങനെ നമുക്ക് നേരെ കൃഷ്ണപ്പള്ളി നിന്ന് 8:30 ട്രെയിൻ ഉണ്ട്. അതിന് നേരെ നാട്ടിലേക്ക് ഓടിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ നമ്മൾ കോഴിക്കോടെത്തും. സുഹൃത്തുക്കളെ, അതിരാപട്ടണം നമ്മൾ പോകുന്ന വഴിക്കല്ല, അതിന് വേറെ തന്നെ റൂട്ടാണ് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് അതിരാപട്ടണം ഈ വട്ടം സിയാറത്ത് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് നമുക്ക് മുത്തുപ്പേട്ട സിയാറത്ത് പിന്നെ നാഗൂർ കൃഷ്ണപ്പള്ളി നമുക്ക് തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് ട്രെയിനിൽ തന്നെ നമുക്ക് എങ്ങനെ പോകാമെന്നുള്ളതിനെ കുറിച്ച് യാത്ര ചെയ്ത് തന്നെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വീഡിയോക്ക് നിങ്ങൾ ചെയ്ത സപ്പോർട്ട് എത്രയാണോ അതനുസരിച്ച് തന്നെയായിരിക്കും നമ്മൾ മുമ്പോട്ടുള്ള പല വീഡിയോകൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്കിനി യാത്രാ വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോൾ 12:20 ആകുമ്പോൾ തന്നെ നമ്മുടെ ബസ് പുറപ്പെടുന്നുണ്ട്. അപ്പോൾ കൃത്യം എത്ര മണിയാകും അവിടെ എത്തുമോ എന്നുള്ളത് നമുക്ക് കൃത്യം നോക്കാം. സ്റ്റാൻഡിന്റെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് പട്ടാക്കോട്ടായി ബസ് സ്റ്റാൻഡ്. ഈ ഇവിടെ കാണുന്ന 24-ാം നമ്പർ സ്ഥലത്തു നിന്നാണ് നമ്മളെ വണ്ടി പുറപ്പെടുന്നത്.
ഇവിടെ എന്താ 24. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് 5-ാം തീയതി പട്ടുകോട്ടയിൽ മുത്തുപേട്ട പുറത്തേക്ക് ബസ്സിന് റേറ്റ് വന്നത് വെറും 15 രൂപ മാത്രമാണ്. ഏർവാടിന്ന് കോട്ടന്ന് മുത്തുപേട്ടയിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. അത് രാവിലെ 6:30 പറയാൻ കഴിഞ്ഞത്. അവിടെ ഏർവാടി എത്തിയ ശേഷം കൃത്യമായിട്ട് അന്വേഷിച്ചാൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ കിട്ടും. അപ്പോൾ മുത്തുപേട്ടയിലേക്ക് പട്ടുകോട്ടയിൽ നിന്ന് വെറും 15 രൂപയാണ്. അപ്പോൾ നമുക്കിന്ന് ഏർവാടിൽ നിന്ന് വെറും മുത്തുപേട്ടയിലേക്ക് വരാൻ മാത്രമായി 130 രൂപ. 130 രൂപ മാത്രമാണ്. 130 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് ഏർവാടിയിൽ നിന്ന് മുത്തുപേട്ടയിലേക്ക് വരാം. ഏകദേശം 5 മണിക്കൂറിനടുത്തോളമുള്ള മൊത്തം യാത്രയുണ്ട്. കേരളത്തിൽ കൂടി പോകുമ്പോൾ അവരത് തമിഴ് പാട്ട് വെക്കുന്നു. തമിഴ്നാട്ടിൽ കൂടി പോകുമ്പോൾ മലയാളത്തിലുള്ള പാട്ട് വെക്കും.
ഈ റൂട്ട് പോയാൽ നമുക്ക് അതിരാപട്ടണം എത്തുന്നതാണ്. നമ്മള് വേറെ റൂട്ടാണ്, 2 റൂട്ടുകളുണ്ട്. പിന്നെ പട്ടുകോട്ടയിൽ ചെമ്പിക്കോട്ട് ജംഗ്ഷനിൽ നിന്നാണ് അതിരാപട്ടണത്തെ പട്ടുകോട്ടയിലേക്ക്. അതിരാപട്ടണം കഴിഞ്ഞ് പട്ടുകോട്ടയ്ക്ക് പോകാം, അല്ല നമ്മൾ വന്ന റൂട്ടിലൂടെയും പട്ടുകോട്ടയ്ക്ക് പോകാം. വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മുത്തുപ്പേട്ട ബസ് സ്റ്റാൻഡിലല്ല ഇറങ്ങേണ്ടത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് വീണ്ടും ബസ് ദർഗയുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഏകദേശം ആൾക്കാരൊക്കെ ഇവിടൊക്കെ ഇറങ്ങി.
ഗാനം തോന്നി ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ പ്രായം നോക്കാതെ ആൾക്കാർക്ക് സൈക്കിൾ കൊടുക്കുന്നത് പല സ്ഥലത്തും കാണാം. സൈക്കിൾ കീഴക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് റൗണ്ട് ചെയ്ത പോലെ ഇവിടെ എത്തിയപ്പോൾ ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇന്നലൊക്കെ ചെറുങ്ങനെ മഴ ഉണ്ടായിരുന്നു. ഇന്നലെ ഏർവാടി ഭാഗത്ത് നിന്ന് നമുക്ക് ചെറുങ്ങനെ മഴ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തിരക്കൊക്കെ ഓട്ടോയിൽ പോകണമെന്നാണ് പറയുന്നത്. ചെറിയ എത്ര രൂപ? 60 രൂപ ഒരു സിംഗിൾ. രാവിലെ ഏർവാടിയിൽ നിന്ന് വരുമ്പോ പിന്നെ 6:30 ഒരു ചായ കുടിച്ചതാണ്. പിന്നെ 8 മണിക്ക് ഒരു ചെറിയ കടി, കജൂർ മാത്രം കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോ ഒക്കെ നമുക്ക് ചിലപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാക്കി കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഏതെങ്കിലും ഹോട്ടൽ കിട്ടില്ല, അവിടെ പോയി ഫുഡ് കഴിക്കണം. നല്ല ഹോട്ടൽ നോക്കിയെടുക്കട്ടെ. ഇവിടെയൊക്കെ സൈക്കിളിന് തന്നെ നമ്മുടെ നാട്ടിൽ ബൈക്ക് ഉപയോഗിക്കുന്ന പോലെ പ്രായപരിധി ആൾക്കാർ ഇതാ ബൈക്ക് സൈക്കിൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടാനുള്ള സ്ഥലം പറഞ്ഞിട്ടുണ്ട് ഒരാള്. ഇവിടെ ആൾക്കാരുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വേസ്റ്റും എല്ലായിടെയും വേസ്റ്റാണ്. കേരളത്തിലും ഒരുപാട് സ്ഥലത്തിൽ തന്നെയാണ് വേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ദർഗക്ക് ഇവിടുന്ന് 2 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ദർഗക്ക് 2 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അതിന്റെ തൊട്ട് മുമ്പ് കൂടി വലത്തെ ഭാഗത്തേക്ക് ഒരു ആർച്ച് കാണും. അവിടെ നല്ല ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നാണ് ഒരാൾ പറഞ്ഞത്. അത് ലക്ഷ്യം വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കിൾ ഷോപ്പ് പ്രായ ആൾക്കാരടക്കം കഴിക്കുന്നതാണ്. പിന്നെ ഇവിടെ നിയമത്തിന് വലിയ ഇതില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ബാക്കിയുള്ള ഏരിയകളിലൊക്കെ നിയമത്തിന് കുറച്ച് കടുപ്പുണ്ട്. അതുകൊണ്ട് അവിടെ ഹെൽമെറ്റും ഒക്കെ ധരിക്കുന്ന കാണാറുണ്ട്. തമിഴ്നാട്ടിൽ പൊതുവെ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേരളത്തെക്കാൾ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. കാണുന്നുണ്ട് ഇവിടെ നോക്കി നോക്കടാ.
ഇവിടെ മഴ കൂടിയിരിക്കുകയാണ്. മഴ കൂടിയിരിക്കുകയാണ് ഗൈസ്. சாப்பாடு ஹோட்டலுங்க. நேரா போயிட்டு நேரா போயிட்டு ஒரு ஆட்சி இல்ல ரமேஷ் போர்டுல ഇവിടെ നിന്ന് കുറച്ച് കണ്ടിട്ടാണ് വീണ്ടും പറഞ്ഞത്. പാലം കഴിഞ്ഞ് സ്ഥലം നോക്കാം. വരുമ്പോ ഈ ആർച്ചാണ് പറഞ്ഞത്. ഈ ആർച്ചിൽ നിന്ന് ഉള്ളോട്ട് പോയാല് ഭക്ഷണക്കാനുള്ള സ്ഥലം ഉണ്ടെന്നാണ് അവിടെ ചോദിച്ചപ്പോ അറിയാൻ കഴിയും. പോയേക്കാം. சாப்பாடுங்க. ഇവിടെ പൊറോട്ട ഓർഡർ ചെയ്താല് പൊറോട്ടപ്പുരം കറി ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ 3 പൊറോട്ടയും പിന്നെ 3 പൊറോട്ടയാണ് പറഞ്ഞത്. ഓർഡർ ചെയ്യുമ്പോൾ പൊറോട്ടക്ക് 15 രൂപ ഉണ്ടായത്. പൊറോട്ടക്ക് 3 എണ്ണത്തിന് പൊറോട്ട പ്ലസ് കറിയായിട്ട് 20 രൂപ, മൊത്തം 50 രൂപ. 3 പൊറോട്ട കറിയായിട്ട് 50 രൂപ ആയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, നോക്കാം. വെജ് കുറുമയാണ്. നമ്മൾ ഇപ്പം ഫുഡ് കഴിച്ചു. നല്ല റാത്ത് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. അവര് നമ്മളെ സ്നേഹിച്ചു കൊല്ലാണ്. അതായത് വെള്ളം വേണമെങ്കിൽ വെള്ളം ഇഷ്ടം പോലെ തരികയാണ്. കേരളത്തിൽ പല ഹോട്ടലുകളിലും വെള്ളം വരെ കൊടുക്കാത്ത സ്ഥലമുണ്ട്. അതുപോലെ തന്നെ കറിയും നമുക്ക് ആവശ്യത്തിലധികം അവർ ഒഴിച്ചിരുന്നു. വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് അവർ നിർത്തിയതാണ്. അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ ഉള്ളത്. പിന്നെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ പല സ്ഥലങ്ങളിലും ുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നടക്കുന്ന സ്ഥലത്തൊക്കെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പിന്നെ മുത്തുപ്പേട്ട ദർഗയിലാണ്. അവിടുന്ന് പിന്നെ ഇവിടത്തേക്ക് മുത്തുപ്പേട്ട ദർഗയിലേക്ക് ഇവിടുന്ന് ആകെ 50 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇത് വെറും 15 രൂപ മാത്രമേ നമുക്ക് ബസ്സിനാണ്. അത്രയും ചീപ്പാണ്. നമുക്ക് അങ്ങോട്ടേക്ക് ഇവിടുന്ന് ബസ് കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് സിംഗിളായിട്ടുണ്ടെങ്കിലും ഡബിളും, അതായത് 1, 2, 3 ബസ്സൊക്കെ കയറിയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഇവിടുന്ന് ബസ് കണക്ടിവിറ്റി ഉണ്ട്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടന്നാണ് എനിക്ക് ബർഗർ എത്തും. നമ്മൾ ലക്ഷ്യമൊക്കെ പകർത്തി മുകളിലാണ് നിങ്ങൾ നടക്കാൻ പ്ലാനിട്ടത്. ഇപ്പം ഏകദേശം 1:30 മണിയായി. ഉച്ചക്ക് 1:30 മണിയായി. നമുക്ക് ഇവിടുന്ന് 2 മണിക്ക് തിരിച്ചാൽ ഏകദേശം 3:30-3:45 നാഗൂറൊക്കെ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നാഗൂറിൽ നിന്നും നമുക്ക് നാഗർക്കാണ് ട്രെയിൻ. അപ്പോൾ അതിനു മുമ്പ് നിസ്കാരങ്ങളൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. അപ്പോൾ നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പള്ളിയിലേക്ക് പറഞ്ഞു. ലുഹറിനോട് ഹസ്ർ നിസ്കരിച്ചിട്ട് നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം.
ഏർവാടി എത്തിയ സ്ഥിതിക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ അസ്സലാമു അലൈക്കും.